എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിതത്തിൽ വിജയിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും സാഹചര്യങ്ങളെയും മറ്റു പലതിനെയും പഴി പറഞ്ഞുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്കൊക്കെ പ്രചോദനമാകുന്നൊരു പേരാണ് തോമസ് ആൽവ എഡിസൺ. അല്പം ബുദ്ധി കുറവായിരുന്നുകൊണ്ട് സ്കൂൾ പഠനകാലത്ത് 3-ാമത്തെ മാസം തന്നെ സ്കൂൾ പഠനം അവസാനിപ്പിക്കേണ്ടി വന്നു. തൻ്റെ അധ്യാപകരും കൂട്ടുകാരും എഡിസനെ വിളിച്ചിരുന്ന മണ്ടനെന്നും മരമണ്ടനെന്നും ബുദ്ധിയില്ലാത്തവനെന്നും മന്ദബുദ്ധിയുമായ എന്നൊക്കെയായിരുന്നു. തൻ്റെ അമ്മയാണ് എഡിസന് ഒരു മോട്ടിവേറ്ററായിട്ട് അധ്യാപികയായി മാറിയത്. ഒരിക്കൽ അമ്മ സമ്മാനിച്ച ഒരു ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളുടെ പുസ്തകം എഡിസൺ നിരന്തരമായി വായിക്കുമായിരുന്നു. എഡിസന്റെ താമസസ്ഥലമായ പോർട്ട് ഹാർബറിൽ നിന്നും ഡിസ്ട്രോയിറ്റിലേക്കുള്ള ട്രെയിനിൽ പഴങ്ങളും പത്രങ്ങളും മിഠായികളൊക്കെ വിറ്റ് തൻ്റെ 13-ാമത്തെ വയസ്സിൽ മാസം $50 എഡിസൺ സമ്പാദിക്കുമായിരുന്നു. ഈ തുക ഉപയോഗിച്ചിട്ടാണ് എഡിസൺ തൻ്റെ കണ്ടുപിടുത്തങ്ങളെല്ലാം നടത്തിയത്. അമേരിക്കയുടെ ചരിത്രത്തിൽ 1903 പേറ്റന്റുകളും മറ്റനേക രാജ്യങ്ങളിലെ പേറ്റന്റുകളുമായി ഇന്നും ചരിത്രത്തിൽ ഇടം പിടിച്ചു നിൽക്കുന്ന എഡിസന് അങ്ങനെ ഒരു ജീവിതമുണ്ടായിരുന്നു. നമുക്ക് എഡിസനെ കഴിഞ്ഞ് ബുദ്ധിയുണ്ട്. മണ്ടനെന്നോ മരമണ്ടനെന്നോ മന്ദബുദ്ധിയെന്നോ ആരും നമ്മളെ വിളിക്കില്ല. എഡിസനെ കഴിഞ്ഞ് ബുദ്ധിയുണ്ട് നമുക്ക്. പക്ഷെ നമുക്ക് എന്തുകൊണ്ടത് സാധിക്കുന്നില്ല? നമ്മുടെ ചിന്തകളാണ് നമ്മളെ അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കുന്നത്. നമ്മുടെ ചിന്തകൾ ഒന്ന് റൂട്ട് തിരിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാം. സന്തോഷം സുഖമായിട്ട് ജീവിക്കാനും സാധിക്കും. എഡിസന് സഹായത്തിന് അമ്മയുണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി തീർച്ചയായും യൂണിവേഴ്സ് ഉണ്ടാകും. ആ യൂണിവേഴ്സിൻ്റെ സഹായം എങ്ങനെയാണെന്നും യൂണിവേഴ്സിലേക്ക് എങ്ങനെയാണ് യൂണിവേഴ്സിൽ ഇതൊക്കെ വാങ്ങിച്ചെടുക്കുക എന്നും ആണ് നമുക്കറിയാതെ പോകുന്നത്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതലൊക്കെ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.